മുനീറിന്റെയും സുഹറയുടെയും വിവാഹം ആ നാട്ടിലേറെ ആഘോഷമായിരുന്നു. നിറയെ ലൈറ്റുകളും ബന്ധുക്കളുടെ സന്തോഷവും മംഗളഗാനങ്ങളും ചിരികളും നിറഞ്ഞ ആ വിവാഹ ദിനം എല്ലാവരുടെയും മനസ്സിൽ ഇന്നും തെളിഞ്ഞു നിൽക്കുന്നതായിരുന്നു. വിവാഹശേഷം അവർ ഒരു ചെറിയ വാടക വീട്ടിൽ താമസം തുടങ്ങി. സമ്പത്ത് അധികമൊന്നുമില്ലായിരുന്നു, പക്ഷെ സ്നേഹത്തിന് കുറവുണ്ടായിരുന്നില്ല. മുനീർ ഒരു സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായിരുന്നു. പുലർച്ചെ 4-ന് എഴുന്നേറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് പോകും. രാത്രിയായിട്ട് വീട്ടിലെത്താറുള്ളൂ. ക്ഷീണിച്ച് കയറി വരുമ്പോൾ വാതിൽ തുറന്നു നിൽക്കുന്ന സുഹറയുടെ പുഞ്ചിരി കണ്ടാൽ അവൻ്റെ എല്ലാ ക്ഷീണവും ഇല്ലാതാകുമായിരുന്നു. 2 വർഷങ്ങൾ ആകുന്നു. ഒരു മഴയുള്ള രാത്രിയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഒരു മാലാഖയെപ്പോലെ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്തപ്പോൾ മുനീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സുഹറ, നമ്മുടെ മോളെ നോക്ക്. അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണത്. സുഹറയും സന്തോഷ കണ്ണീരോടെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. എന്നാൽ സന്തോഷം അധിക നാൾ നീണ്ടില്ല. ബസ് കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായി. ശമ്പളം വൈകി തുടങ്ങി. കടങ്ങൾ കടന്നുകൂടി. ഒരുപാട് കടങ്ങൾ കുന്നുകൂടി വന്നു. വാടക, കുഞ്ഞിൻ്റെ മരുന്ന്, പാൽപ്പൊടി, വീട്ടുചെലവ് എല്ലാം മുനീറിൻ്റെ മനസ്സിനെ തകർത്തു. ഒരു രാത്രി വൈദ്യുതി പോലും ഇല്ലാത്ത ആ ചെറിയ വീട്ടിൽ മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ ഇരിക്കുകയായിരുന്നു ഇരുവരും. സുഹറ പതുക്കെ പറഞ്ഞു, ഇക്ക. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സുഹറ? എനിക്ക് ഗൾഫിലൊരു ജോലി ശരിയായിട്ടുണ്ട്. മുനീർ ഞെട്ടിപ്പോയി. ഗൾഫിലേക്കോ? അതെ. നീ എന്തീ പറയുന്നത്? നമ്മുടെ കുഞ്ഞിനെ വിട്ട്? ഇക്ക, ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എല്ലാ ദിവസവും കടക്കാരുടെ വിളി, പണം ചോദിക്കുന്നവർ, ഇങ്ങനെ എത്ര കാലം? മുനീർ അവളുടെ കൈ പിടിച്ചു. സുഹറ, കുറച്ചു കാലം ക്ഷമിക്കൂ. ഞാൻ കൂടുതൽ ഓട്ടം ഓടിക്കും. രാത്രി ട്രിപ്പും എടുക്കാം. എന്തെങ്കിലും ചെയ്യാം. സുഹറ തലകുലുക്കി. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും ഈ കടം തീരുന്നില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞ്, ഉമ്മ ഉണ്ടല്ലോ, നിങ്ങളുണ്ടല്ലോ. മുനീറിൻ്റെ ശബ്ദം വിറച്ചു. സുഹറ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. അവളുടെ കണ്ണിലും കണ്ണീർ നിറഞ്ഞു. എന്നാൽ മനസ്സ് ഇതിനകം തീരുമാനിച്ചിരുന്നു. ഇക്ക, പണമില്ലാത്ത ജീവിതം എനിക്ക് പേടിയാണ്. 2 വർഷം മാത്രം. എല്ലാം ശരിയാക്കി ഞാൻ തിരിച്ചേ വരാം. എന്താ? മുനീർ കുഞ്ഞിനെ എടുത്ത് നെഞ്ചോട് ചേർത്തു. ഈ കുഞ്ഞിനെ ഉമ്മയുടെ മണമറിയാതെ വളരേണ്ടി വരുമോ? ആ വാക്ക് കേട്ടപ്പോൾ സുഹറയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞെങ്കിലും അവൾ അത് മൈൻഡ് ചെയ്തില്ല. കുഞ്ഞ് ഉമ്മയെ നോക്കി ചിരിച്ചു. ആ ചിരി അവളുടെ മനസ്സിനെ കീറിമുറിച്ചെങ്കിലും കടബാധ്യതയുടെ ഭാരം അവളെ മറ്റൊരു വഴിയിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു. പോകേണ്ട ദിവസമെത്തി. വീട്ടുമുറ്റത്ത് ഒരു ടാക്സി വന്നു നിന്നു. സ്യൂട്ട് കേസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്ന സുഹറ അവസാനമായി വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. മുനീറിൻ്റെ കൈകളിൽ അവളുടെ കുഞ്ഞുമ്മയുടെ നേർക്കായി കൈ നീട്ടി. ഉമ്മ. വ്യക്തമായി പറയാൻ പോലും കഴിയാത്ത ആ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ട് സുഹറയുടെ കണ്ണുനീർ തടയാനായില്ല. മുനീർ പതുക്കെ പറഞ്ഞു, ഇപ്പോഴും സമയം കഴിഞ്ഞിട്ടില്ല. പോകരുത്. നീ പോയി കഴിഞ്ഞാൽ എനിക്ക് ആരാ? എൻ്റെ കുഞ്ഞിനാരാ? സുഹർ ഒന്നും പറയാതെ കുഞ്ഞിൻ്റെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. ശേഷം മുനീറിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നോട് ദേഷ്യം വെക്കരുത്. അത്രമാത്രം പറഞ്ഞ് അവൾ കാറിൽ കയറി. ടാക്സി പതുക്കെ മുന്നോട്ട് നീങ്ങി. മുനീർ റോഡരികിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്തു കരഞ്ഞു. കാർ കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ അവൻ അങ്ങനെ തന്നെ നിന്നു. ആ നിമിഷം അവന് തോന്നി, ഭാര്യ മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് ആ കാറിനൊപ്പം കടന്നു പോയത്. ആകാശത്ത് വിമാനം ഉയർന്നപ്പോൾ താഴെ നിന്നുകൊണ്ട് മുനീർ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രം പറഞ്ഞു. റബ്ബേ, എൻ്റെ സുഹറയെ നീ കാത്തു രക്ഷിക്കണേ. ഞങ്ങളുടെ കുടുംബത്തെ വീണ്ടും ഒന്നിപ്പിക്കണേ. അവനറിയില്ലായിരുന്നു ആ യാത്ര അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുന്ന സംഭവങ്ങളുടെ തുടക്കമായിരുന്നു എന്ന്. ഫ്ലൈറ്റ് പറന്നു പൊങ്ങി. അതെ, ആദ്യമായിട്ടായിരുന്നു അവൾ ഫ്ലൈറ്റിൽ കയറുന്നത്. വിമാനം പതുക്കെ റൺവേയിൽ തൊട്ടിറങ്ങി. ഏതാനും മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കിയ സുഹറയുടെ മനസ്സിൽ ഒരേ സമയം പ്രതീക്ഷയും ഭയവും നിറഞ്ഞിരുന്നു. വിമാനത്താവളത്തിൻ്റെ തിളങ്ങുന്ന ലൈറ്റുകൾ അവൾക്കൊരു പുതിയ ജീവിതത്തിൻ്റെ പടിവാതിൽ പോലെ തോന്നി. ഇനിയെല്ലാം മാറും, അവൾ സ്വയം പറഞ്ഞു. എന്നാൽ അതേ നിമിഷം മനസ്സിലൂടെ ഒരു ചിത്രം മിന്നിപ്പോയി. വീട്ടുമുറ്റത്ത് നിന്നുകൊണ്ട് കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കണ്ണീരോടെ നോക്കിയിരുന്ന മുനീർ. കുഞ്ഞിൻ്റെ ചെറിയ കൈകൾ. ഉമ്മ എന്നുള്ള ആ ഒരു വിളിയും കരച്ചിലും. ആ ശബ്ദം വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങി. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ ഉടൻ തന്നെ അവൾ മനസ്സ് കഠിനമാക്കി. ഇല്ല, ഞാൻ തിരിച്ചു പോകില്ല. ഈ യാത്രക്ക് ഒരു ലക്ഷ്യമുണ്ട്. എമിഗ്രേഷൻ നടപടികൾ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ആളുകളുടെ തിരക്കിനിടയിൽ ഒരാൾ കൈവീശി. സുഹ്റ, ഇവിടേക്ക് വരൂ.
അവൾ നോക്കി. അതായിരുന്നു സജീർ. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട ആളായിരുന്നു. ജോലിയും വിസയും ശരിയാക്കാമെന്ന് പറഞ്ഞ് മാസങ്ങളായി സംസാരിച്ചത് അവനായിരുന്നു. മുഖത്ത് ആത്മവിശ്വാസമുള്ള പുഞ്ചിരി. സ്വാഗതം. അവൻ സ്യൂട്ട് കേസ് വാങ്ങി. യാത്ര സുഖമായിരുന്നോ? അതെ. ഭയപ്പെടേണ്ട, ഇനി ഞാനുണ്ടല്ലോ. സുഹ്റ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. കാറിൽ കയറിയ ശേഷം സജീർ നഗരത്തിലെ ഉയർന്ന കെട്ടിടങ്ങളിലേക്ക് വിരൽ ചൂണ്ടി. കാണുന്നില്ലേ, ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് പണം ഉണ്ടാക്കാൻ സമയം അധികം എടുക്കില്ല. സുഹ്റ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. വിശാലമായ റോഡുകൾ, ആകാശം തൊടുന്ന കെട്ടിടങ്ങൾ, അവൾ മുമ്പ് കണ്ടിട്ടില്ലാത്ത ലോകം. നാളെ തന്നെ ജോലിയുടെ കാര്യം നോക്കാം. എന്ത് ജോലിയാണ്? ഒരു കുടുംബത്തിലാണ്. ആദ്യം അവിടെ തുടങ്ങൂ, പിന്നെ നല്ല അവസരങ്ങൾ വരും. സുഹറയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അതേസമയം കേരളത്തിൽ വീട്ടിലെ ചെറിയ കട്ടിലിൽ കുഞ്ഞുറങ്ങുകയായിരുന്നു. മുനീർ അരികിലിരുന്ന് അവളുടെ നെറ്റിയിൽ തലോടി. കുഞ്ഞുറക്കത്തിൽ പോലും ഉമ്മ എന്ന് വിളിച്ച് പതുക്കെ വിളിച്ചു. ആ വാക്ക് കേട്ടപ്പോൾ മുനീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അടുക്കളയിൽ നിന്ന് ഉമ്മ വന്നു. മോനെ, എന്തെങ്കിലും കഴിക്കണം. വിശപ്പില്ല ഉമ്മ. ഇങ്ങനെ തളർന്നാൽ കുഞ്ഞിനെ ആരാണ് നോക്കുക? മുനീർ മിണ്ടിയില്ല. ഭിത്തിയിൽ തൂങ്ങിയിരിക്കുന്ന വിവാഹ ഫോട്ടോയിലേക്ക് അവൻ നോക്കി. വെള്ള വസ്ത്രത്തിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന സുഹ്റ. നീ പറഞ്ഞില്ലേ ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന്? അവൻ സ്വയം പറഞ്ഞു. ഗൾഫിൽ സജീർ ഒരു ഫ്ലാറ്റിന് മുന്നിൽ കാർ നിർത്തി. അപ്പോൾ കുറച്ചു ദിവസം ഇവിടെ താമസിക്കണം. സുഹ്റ അമ്പരന്നു. ഇത് കമ്പനി താമസ സൗകര്യമാണോ? സജീർ ഒന്ന് മടിച്ചു. അല്ല, ആദ്യം സൗകര്യത്തിന് ഇവിടെ നിൽക്കാം, പിന്നെ എല്ലാം ശരിയാക്കാം. ആ മറുപടി കേട്ടപ്പോൾ സുഹ്റയുടെ മനസ്സിൽ ആദ്യമായൊരു സംശയം ഉദിച്ചു. എനിക്ക് പറഞ്ഞ കമ്പനി ഹോസ്റ്റൽ ഉണ്ടെന്നല്ലേ? സജീർ ഉടനെ വിഷയം മാറ്റാൻ ശ്രമിച്ചു. അത് പിന്നീട് നോക്കാം, ആദ്യം വിശ്രമിക്കൂ. ഫ്ലാറ്റിനകത്ത് കയറിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. നിശബ്ദത. സുഹ്റയുടെ മനസ്സിൽ അസ്വസ്ഥത വളർന്നു. ഇവിടെ വേറെ ആരുമില്ലേ? ഇപ്പോഴില്ല. ആ മറുപടി അവളിൽ കൂടുതൽ ഭയപ്പെടുത്തി. അവൾക്ക് പെട്ടെന്ന് മുനീറിന്റെ വാക്കുകൾ ഓർമ്മ വന്ന്. പോകരുത് സുഹ്റ, എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ വാക്കുകൾ മനസ്സിൽ വീണ്ടും വീണ്ടും മുഴങ്ങുമ്പോൾ ഈ യാത്ര ശരിക്കും ശരിയായ തീരുമാനമായിരുന്നോ എന്ന ചോദ്യം അവളുടെ ഉള്ളിൽ ആദ്യമായി ഉയർന്നു. അവൾക്കറിയില്ലായിരുന്നു ഗൾഫിൽ അവളെ കാത്തിരുന്നത് വെറും ജോലി മാത്രമല്ല, അവളുടെ ജീവിതത്തെ പരീക്ഷിക്കുന്ന അനവധി സംഭവങ്ങളാണെന്ന്. ഗൾഫിലെ ആഡംബര ഫ്ലാറ്റിൽ സന്ധ്യയുടെ നിശബ്ദത നിറഞ്ഞിരുന്നു. ജാലകത്തിനരികിൽ നിന്നുകൊണ്ട് സുഹ്റ ദൂരെയുള്ള നഗര വെളിച്ചങ്ങളിലേക്ക് നോക്കുകയായിരുന്നു. ആ വെളിച്ചങ്ങൾക്കിടയിലും അവളുടെ മനസ്സ് കേരളത്തിലെ ചെറിയ വീട്ടിലായിരുന്നു. അപ്പോഴാണ് വാതിലിൽ മുട്ടിയത്. ആ ഒരു മുട്ട് അവൾക്ക് സുഹ്റ. അവൾ എഴുന്നേറ്റു അവിടെ നിന്ന്. സുഹ്റ. അവൾ നിശബ്ദമായി നിന്നു. അവൾ പതുക്കെ ചെന്ന് വാതിൽ തുറന്നു. സജീർ മേശപ്പുറത്ത് ബ്രീഫ് കേസ് വെച്ച് പതുക്കെ തുറന്നു. അകത്ത് പല കെട്ടുകളിലായിട്ട് ഇന്ത്യൻ രൂപയും ഗൾഫ് കറൻസിയും. സുഹ്റ, നിനക്ക് പണമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. സുഹ്റ അറിയാതെ ഒരടി പിന്നോട്ട് നീങ്ങി. ഇത്രയും പണം? സജീർ പുഞ്ചിരിച്ചു. നിനക്ക് വേണ്ടത് പണമല്ലേ? നാട്ടിലേക്ക് അയക്കാം, നിന്റെ കടങ്ങൾ തീരും, നിന്റെ കുഞ്ഞിന് നല്ല ജീവിതം കിട്ടും. സുഹ്റ ഒന്നും മിണ്ടിയില്ല. അവൻ വീണ്ടും പറഞ്ഞു. നീ ഇവിടെ സുരക്ഷിതമായി ജീവിക്കൂ, ജോലി ചെയ്യണമെന്നില്ല, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ നോക്കും. ആ വാക്കുകൾ കേട്ട് നിമിഷം സുഹ്റയുടെ മനസ്സിൽ എന്തോ ഒന്ന് തകർന്നു. അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് യാത്രയപ്പിൻ്റെ ദിവസം കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു നിന്ന മുനീറിൻ്റെ മുഖമായിരുന്നു. പോകരുത് സുഹ്റ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ആ ശബ്ദം മനസ്സിൽ മുഴങ്ങി. സജീർ വീണ്ടും പറഞ്ഞു. ചിന്തിക്കേണ്ട, ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടൂ. സുഹ്റ പതുക്കെ മേശപ്പുറത്തിരുന്ന പണത്തിലേക്ക് നോക്കി. അവളുടെ മനസ്സിലൂടെ കടന്നു പോയത് കടക്കാരുടെ വിളികൾ, വീട്ടുവാടക, കുഞ്ഞിൻ്റെ മരുന്ന്, പട്ടിണി കിടന്ന രാത്രികൾ. കണ്ണുകൾ നിറഞ്ഞു. ഈ പണം കൊണ്ട് എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീരാം, അവൾ മനസ്സിൽ പറഞ്ഞു. പക്ഷേ ഉടനെ മറ്റൊരു ചിന്ത ഉയർന്നു. പക്ഷെ എന്തിനാണ്, ഞാൻ എന്താണ് അതിന് നഷ്ടപ്പെടുത്തുന്നത്? അവൾ പതുക്കെ ബ്രീഫ് കേസ് അടച്ചു. സജീർ, പറയൂ. എനിക്ക് പണം വേണം, അത് സത്യമാണ്. പക്ഷേ എൻ്റെ ആത്മാഭിമാനം വിട്ടുകൊണ്ടല്ല. സജീറിൻ്റെ മുഖത്തെ പുഞ്ചിരി മങ്ങി. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ജോലി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ശമ്പളം കിട്ടിയാൽ അതിൽ നിന്ന് നാട്ടിലേക്ക് അയക്കും, അത്രമാത്രം. മുറിയിൽ വീണ്ടും നിശബ്ദത നിറഞ്ഞു. സുഹ്റ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്ക് പണം വേണ്ടേ? ആദ്യം പണം വേണം, പണം അത്യാവശ്യമാണ്. എന്നാൽ ഇപ്പോൾ ഇത്രയും പണം കിട്ടുന്ന ജോലി നിനക്കുണ്ടാവില്ല, വളരെ കുറഞ്ഞ സാലറിയേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ആളുകളുടെ ഇടയിൽ പെട്ടാൽ നീ തീർച്ചയായും സൗന്ദര്യം ഉണ്ടായതുകൊണ്ട് നിന്നെ ആളുകൾ പല രീതിയിലും കാണും. അതുകൊണ്ട് എന്താ സുഹ്റ, നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കൂടെ ജീവിക്കുന്നതിൽ? അവൾ ഒരിക്കൽ പോലും അങ്ങനെയൊരു തീരുമാനം അത് വിചാരിച്ചില്ല. പക്ഷേ ആൺ സുഹൃത്തിനോട്
ആദ്യം ഒരുപാട് പറഞ്ഞ കാര്യങ്ങൾ, ചാറ്റുകൾ, അതെല്ലാം അവൻ പറഞ്ഞു. കണ്ടില്ലേ, നീ ഒരുപാട് ചാറ്റും കാര്യങ്ങൾ എന്നോട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് ഇഷ്ടമുണ്ടാവുമെന്ന്. അപ്പോൾ നീ വെറുതെ അഭിനയിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശരിക്കും അതാ സുഹറ ഞെട്ടുകയായിരുന്നു. എന്നാൽ നാട്ടിൽ ഉമ്മയില്ലെങ്കിലും ഉപ്പയുണ്ട്. രാത്രി 3:30 മണി. അലാറം അടിക്കുന്നതിന് മുമ്പേ മുനീർ കണ്ണു തുറന്നു. ആദ്യമായി അവൻ നോക്കിയത് തൻ്റെ അരികിൽ കിടന്നിറങ്ങുന്ന 2 വയസ്സുകാരി മോളെയായിരുന്നു. ഉറക്കത്തിനിടയിലും കുഞ്ഞ് അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചിരുന്നു. മുനീർ പതുക്കെ ആ കൈ വെടിവെച്ച് അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. ഉറങ്ങിക്കോ മോളെ, ഉപ്പ ജോലി കഴിഞ്ഞ് വരാം. അടുക്കളയിൽ കയറി അവൻ ആദ്യം വെള്ളം ചൂടാക്കി കുഞ്ഞിനുള്ള പാൽപ്പൊടി തയ്യാറാക്കി ഫ്ലാസ്കിൽ നിറച്ചു. ചെറിയ പാത്രത്തിൽ കഞ്ഞിയും ഉണ്ടാക്കി. അതിനുശേഷം കുഞ്ഞിൻ്റെ ചെറിയ ബാഗ് തുറന്നു നോക്കി. ഡയപ്പറുണ്ടോ, മരുന്നുണ്ടോ, കുഞ്ഞിൻ്റെ ഇഷ്ടപ്പെട്ട ചെറിയ പാവയുണ്ടോ, എല്ലാം വീണ്ടും വീണ്ടും പരിശോധിച്ചു. അപ്പോഴേക്കും ഉമ്മ എഴുന്നേറ്റു. മോനെ, നീ എല്ലാ ദിവസവും ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടേണ്ട. മുനീർ ചെറുതായി പുഞ്ചിരിച്ചു. ഉമ്മ, കഷ്ടപ്പാടല്ല ഉമ്മ, എൻ്റെ മോളെ നോക്കുന്നതാണ്. രാവിലെ കുഞ്ഞ് കണ്ണു തുറന്ന ഉടനെ ആദ്യമായി വിളിച്ചത് ഉപ്പ എന്നായിരുന്നു. ആ വിളി കേട്ടപ്പോൾ മുനീറിൻ്റെ മുഖം വിടർന്നു. അവൻ ഓടി വന്ന് കുഞ്ഞിനെ വാരിയെടുത്തു. എൻ്റെ രാജകുമാരി എഴുന്നേറ്റോ? കുഞ്ഞ് ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ കൈവച്ചു. ഉപ്പ, ഉമ്മ എവിടെ? ആ ചോദ്യം ഓരോ ദിവസവും മുനീറിൻ്റെ ഹൃദയത്തിലൊരു മുറിവുണ്ടാക്കിയിരുന്നു. എന്നാലും അവൻ കണ്ണീരടക്കി പറഞ്ഞു, ഉമ്മ ദൂരെ ജോലിക്ക് പോയതാണ് കേട്ടോ മോളെ, ഒരിക്കലും വരും. കുഞ്ഞിനതൊന്നും മനസ്സിലായില്ല. അവൾ വീണ്ടും അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. ജോലിക്ക് പോകേണ്ട ദിവസങ്ങളിൽ കുഞ്ഞിനെ ഉമ്മയെ ഏൽപ്പിച്ച് മുനീർ ബസ് സ്റ്റാൻഡിലേക്ക് പോകും. ബസ്സിൽ യാത്രക്കാരോ ടിക്കറ്റ് എടുക്കുമ്പോഴും മനസ്സ് വീട്ടിലായിരുന്നു. ഇടയ്ക്ക് ഫോൺ എടുത്ത് ഉമ്മയെ വിളിക്കും. ഉമ്മ, മോളെ ഭക്ഷണം കഴിച്ചോ? കഴിച്ചു മോനെ. കുഞ്ഞ് കരയുന്നില്ലല്ലോ? ഇല്ല, നിന്റെ ഫോട്ടോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാക്ക് കേട്ടാൽ മുനീറിൻ്റെ കണ്ണുകൾ നിറയും. പല ദിവസങ്ങളിലും കുഞ്ഞിന് അസുഖമായാൽ അവൻ അവധിയെടുക്കും. ഇന്ന് ജോലി വേണ്ട, എൻ്റെ മോളാണ് വലുത്. അവളെ ആശുപത്രിയിൽ കൊണ്ടുപോകും, മരുന്ന് വാങ്ങും, വീട്ടിലെത്തിയാൽ മടിയിൽ കിടത്തി കഥ പറഞ്ഞു കൊടുക്കും. രാത്രിയിൽ പനി കൂടിയാൽ ഉറങ്ങാതെ അവളുടെ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ച് കൊടുക്കും. റബ്ബേ, എനിക്ക് പനി തന്നാൽ മതി, എൻ്റെ മോളെ വേദനിപ്പിക്കരുതേ. എനിക്ക് തന്നാൽ മതി, എൻ്റെ മോൾക്ക് നീ കൊടുക്കണ്ട. അവൻ്റെ പ്രാർത്ഥന അതായിരുന്നു. കുളിപ്പിക്കുന്നതും അവൻ തന്നെയായിരുന്നു. ചെറിയ ബക്കറ്റിൽ ഇളം ചൂടുവെള്ളം നിറച്ച് കുഞ്ഞിനെ പതുക്കെ കുളിപ്പിക്കും. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണിൽ സോപ്പായോ, വേദനിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് സൂക്ഷിച്ചായിരുന്നു ഓരോ തവണയും. പുതിയ ഫ്രോക്ക് അണിയിച്ച ശേഷം കണ്ണാടിയുടെ മുന്നിൽ നിർത്തി ചോദിക്കും, സുന്ദരിയാണ് എൻ്റെ പൊന്നുമോള്. കുഞ്ഞ് പൊട്ടിച്ചിരിക്കും. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങാതെ അവൻ വീട്ടിൽ കയറില്ല. ഒരിക്കലൊരു ചെറിയ പന്ത്, മറ്റൊരിക്കലൊരു കളിപ്പാവ, ചിലപ്പോൾ ഒരു ചോക്ലേറ്റ്. വില കൂടിയതൊന്നുമല്ല, പക്ഷേ കുഞ്ഞിൻ്റെ സന്തോഷം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തായിരുന്നു. ഉപ്പാ എന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന നിമിഷം അവൻ്റെ എല്ലാ ക്ഷീണവും അലിഞ്ഞു പോകും. രാത്രിയിൽ കുഞ്ഞിനെ ഉറക്കുന്നത് ഒരു ചെറിയ ചടങ്ങ് പോലെയായിരുന്നു. അവളെ നെഞ്ചോട് ചേർത്ത് പതുക്കെ തലോടും, മൃദുവായിട്ട് താരാട്ട് പാടും. ഉറങ്ങൂ എൻ്റെ പൊന്നുമോളെ, ഉപ്പയുടെ നെഞ്ചിലുറങ്ങൂ. അള്ളാഹു നിന്നെ കാത്തിടട്ടെ, എന്നും നന്മ ചൊരിഞ്ഞിടട്ടെ എന്നങ്ങനെ ഓരോ പാട്ടുകൾ പാടിക്കൊടുക്കും. പാട്ട് പാടുന്നതിനിടെ കുഞ്ഞുറങ്ങിപ്പോകും. പക്ഷേ മുനീറിനുറക്കം വരില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കും. നിനക്ക് ഉമ്മയുടെ സ്നേഹം കുറയാൻ ഞാൻ സമ്മതിക്കില്ല മോളെ. എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും. ഒരു ദിവസം അയൽവീട്ടിലെ ഒരു സ്ത്രീ ഉമ്മയോട് പറഞ്ഞു, ഇത്ര ചെറുപ്പക്കാരനായ ഒരു ഉപ്പ എങ്ങനെയാണ് കുഞ്ഞിനെ നോക്കുന്നത്? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവനൊരു ഉപ്പ മാത്രമല്ല, ഈ കുഞ്ഞിന് ഉമ്മയും കൂടിയാണ്. അത് കേട്ട് മുറ്റത്ത് കളിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ഞ് ഓടി വന്ന് മുനീറിൻ്റെ മടിയിൽ കയറി. ഉപ്പ, എനിക്ക് ഉപ്പയെ ഒരുപാട് ഇഷ്ടമാണ്. മുനീറിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അവൻ മകളെ മുറുകെ പിടിച്ചു. ആ നിമിഷം അവൻ മനസ്സിലാക്കി, ജീവിതം തനിക്കൊരുപാട് എടുത്തു കളഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ ഈ ചെറിയ കൈകൾ എൻ്റെ കഴുത്തിൽ ചുറ്റി പിടിക്കുന്നിടത്തോളം കാലം താൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. കാലം ആരെയും കാത്തു നിൽക്കില്ല. 2 വയസ്സുകാരിയായിരുന്ന ആ കുഞ്ഞ് പതുക്കെ വളർന്നു. മുനീർ അവളെ ആദ്യം മദ്രസയിലും പിന്നീട് സ്കൂളിലും ചേർത്തു. എല്ലാ രാവിലെയും അവളുടെ മുടി ചീകി റിബൺ കെട്ടിക്കൊടുക്കുന്നതും ടിഫിൻ തയ്യാറാക്കുന്നതും സ്കൂൾ ബാഗ് പരിശോധിക്കുന്നതും മുനീർ തന്നെയായിരുന്നു. സ്കൂൾ ഗേറ്റിൽ എത്തുമ്പോൾ കുഞ്ഞ് പതിവ് പോലെ അവൻ്റെ കവിളിലൊരു മുത്തം കൊടുക്കും. വൈകിട്ട് വരുമല്ലോ ഉപ്പ, മുനീർ ചിരിച്ചുകൊണ്ട് പറയും. ഉപ്പ വരും മോളെ, എപ്പോഴും വരും. പക്ഷേ ഓരോ വൈകുന്നേരവും വീട്ടിലെത്തുമ്പോൾ ഒരു കാര്യം മാറിയിരുന്നില്ല. സുഹറയുടെ ഫോണിലേക്ക് ആ ഒരു കോൾ. എന്നാൽ അതാ ഈയിടെയായി ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വീണ്ടും അടുത്ത ദിവസം ഈ നമ്പർ ലഭ്യമല്ല. അതെ, സുഹറത്ത് എന്ത് പറ്റി? അവൾ സംസാരിക്കണ്ടായിരുന്നല്ലോ.
കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നല്ലോ. എന്നാൽ ഈ നമ്പർ ലഭ്യമല്ലെന്ന് വീണ്ടും പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവൻക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മാസങ്ങൾ കടന്നുപോയി. ആരോടൊക്കെയോ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. എൻ്റെ ഭാര്യയെ കാണുന്നില്ല. അവളെ കണ്ടു കിട്ടുന്നില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു സന്ദേശം പോലും വന്നില്ല. ഒരു ദിവസം മുനീർ പഴയ വിവാഹ ആൽബം തുറന്നു. വെള്ള വസ്ത്രത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന സുഹറയുടെ ചിത്രം കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നീ എവിടെയാണ് സുഹറ? ജീവനോടെയെങ്കിലും ഉണ്ടോ? നീ ഒന്ന് വിളിച്ചൂടെ? നിന്റെ കുഞ്ഞിനെ കുറിച്ച് അറിയണ്ടേ? എന്താ സുഹ്റ നീ ഇങ്ങനെ? അതായിരുന്നു അവൻ്റെ അപ്പോഴത്തെ പ്രാർത്ഥന. ഒരു ഉച്ചയ്ക്ക് ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ചായ കുടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന പഴയൊരു സുഹൃത്ത് അവനെ കാണുന്നു. മുഖത്തൊരു മടിപ്പ്. മുനീറേ, ഒരു കാര്യം പറയാണ്ട്. എന്താ ഇക്ക? നീ വിഷമിക്കരുത്. വിഷമിക്കേ. മുനീറിൻ്റെ ഹൃദയം അതിവേഗത്തിലിടിച്ചു. അല്ല, നീ എന്ന് എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നല്ലോ, എൻ്റെ ഭാര്യയെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ഇനിയിപ്പോൾ കമ്പനി ജോലിയൊക്കെ ആയതുകൊണ്ട് എന്തോ അറിയില്ല. അത് നീ ചോദിച്ചിരുന്നല്ലോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. ആ അതെ. സുഹൃത്ത് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അതെ, അവൾ അവിടെ വലിയൊരു ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു എന്നാണ് കേട്ടത്. ആ വാക്കുകൾ കേട്ട നിമിഷം മുനീറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ചായ ഗ്ലാസ് നിലത്തേക്ക് വീണ് പൊട്ടി. ചുറ്റുമുള്ള ശബ്ദങ്ങളൊന്നും അവൻ കേട്ടില്ല. ഇല്ല, അതാകാൻ വഴിയില്ല. എന്താ ഇക്ക നിങ്ങളീ പറയുന്നത്? ഹേയ്, അവൾ അങ്ങനെ ചെയ്യൂല. അവൻ്റെ ചുണ്ടുകൾ മാത്രം വിറച്ചു. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ നിന്ന് വന്നവരാണ് പറഞ്ഞത്. മുനീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവനൊന്നും പറയാതെ അവിടെ നിന്ന് നടന്നു. വീട്ടിലെത്താറായപ്പോൾ മകൾ ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉപ്പാ, ഇന്നിത്ര വൈകിയോ? മുനീർ മറുപടി പറഞ്ഞില്ല. അവൾ മകളെ നോക്കി. ഉമ്മയുടെ അതേ കണ്ണുകൾ, അതേ പുഞ്ചിരി. അവളെ നെഞ്ചോട് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. ഉപ്പാ, എന്ത് കരയുന്നേ? അവന് വാക്കുകൾ കിട്ടിയില്ല. കണ്ണുനീർ മകളുടെ മുടിയിലേക്ക് വീണു. ഒന്നുമില്ല മോളെ എന്ന് പറയാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം തകർന്നു. അന്ന് രാത്രി മകൾ ഉറങ്ങിയ ശേഷം അവൻ ഒറ്റയ്ക്ക് മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്കി നിന്നു. സുഹ്റ, നീ തിരികെ വരുമെന്ന് വിശ്വസിച്ചാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. നിന്റെ പേരിൽ ഞാൻ ഒരിക്കലും ദുആ നിർത്തിയിട്ടില്ല. നമ്മുടെ മകളെ നീ ഒരിക്കലും അനാഥയാക്കിയില്ല. എന്നിട്ടും ഇതാണോ എൻ്റെ വിധി? ഞാൻ ഒരിക്കലും നമ്മുടെ മോളെ കഷ്ടപ്പെടുത്തിയിട്ടില്ല. കാറ്റ് മാത്രം മറുപടി പറഞ്ഞു. അവൻ പൊട്ടിക്കരഞ്ഞു. അത് ഭാര്യയെ നഷ്ടപ്പെട്ടതിൻ്റെ കരച്ചിൽ മാത്രമായിരുന്നില്ല. ഒരു കുടുംബം, ഒരു സ്വപ്നം, ഒരു ജീവിതം എല്ലാം ഒരുമിച്ച് തകർന്നു വീണതിൻ്റെ കരച്ചിലായിരുന്നു. എന്നാൽ അതാ ഒരു ദിവസം മോൾ സ്കൂളിന് വേണ്ടി തയ്യാറാകുമ്പോൾ അവൾ ചോദിച്ചു, ഉപ്പാ, എല്ലാവരുടെയും ഉമ്മ സ്കൂളിൽ വരാറുണ്ട്. എൻ്റെ ഉമ്മ എപ്പോഴാണ് സ്കൂളിൽ വരുന്നത്? എൻ്റെ ഉമ്മ എന്താ വരാത്തത്? ഗൾഫിൽ നിന്ന്. മുനീർ ഒരു നിമിഷം കണ്ണടച്ചു. പിന്നെ മകളുടെ കൈ പിടിച്ച് പതുക്കെ പറഞ്ഞു, മോളെ, ജീവിതത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉടനെ ഉത്തരം ഉണ്ടാകില്ല. പക്ഷെ ഒരു കാര്യം മാത്രം ഓർക്കണം, നിന്റെ ഉപ്പ ഒരിക്കലും നിന്നെ വിട്ടു പോകില്ല. മകൾ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ആ ചെറിയ ആലിംഗനത്തിൽ മുനീർ വീണ്ടും ജീവിക്കാനുള്ള ശക്തി കണ്ടെത്തി. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരു മുറിവ് അവശേഷിച്ചിരുന്നു. ഒരിക്കലും പൂർണ്ണമായി ഉണങ്ങാത്തൊരു മുറിവ്. കാലം വീണ്ടും മുന്നോട്ട് നീങ്ങി. മുനീറിൻ്റെ ജീവിതം ഇപ്പോൾ ഒരു ലക്ഷ്യത്തിന് ചുറ്റും മാത്രമായിരിക്കുന്നു. അതെ, അവൻ്റെ മകൾ. 7 വയസ്സ്, പിന്നെ 8-ാം വയസ്സിലേക്ക്. മകൾ മദ്രസയിലും സ്കൂളിലും മികച്ച വിദ്യാർത്ഥിനിയായി. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉപ്പയെ കെട്ടിപ്പിടിച്ച് യാത്ര പറയും. വൈകുന്നേരം ഉപ്പ വരുന്നവരെ ഗേറ്റിൽ കാത്തു നിൽക്കും. അതായിരുന്നു അവളുടെ പതിവ്. നാട്ടുകാർ പോലും പറയുമായിരുന്നു, ഇവരുടെ ബന്ധം കണ്ടാൽ ഉപ്പയും മകളും മാത്രമല്ല, ആത്മാവുകൾ പോലെയാണെന്ന്. മുനീർ ഇന്നും ബസ്സിൽ ജോലി ചെയ്തു. ശമ്പളം വലിയതൊന്നുമില്ല. പക്ഷേ മകൾക്ക് പഠനത്തിൽ ഒരു കുറവും വരുത്തിയില്ല. അവളുടെ പുസ്തകം, യൂണിഫോം, മദ്രസ ഫീസ് എല്ലാം എങ്ങനെയെങ്കിലും കണ്ടെത്തും. ഒരു ദിവസം രാവിലെ ബസ് സ്റ്റാൻഡിൽ ഡ്യൂട്ടിക്ക് തയ്യാറെടുക്കുമ്പോൾ ഒരു കോടതി ജീവനക്കാരൻ അവനെ അന്വേഷിച്ചെത്തി. മുനീർ ആരാണ്? ഞാനാണ്. ഇത് കോടതിയിൽ നിന്നുള്ളൊരു നോട്ടീസാണ്. മുനീറിൻ്റെ കൈകൾ വിറച്ചു. എന്ത് നോട്ടീസ്? ജീവനക്കാരൻ ഒന്നും പറയാതെ പേപ്പർ കൈമാറി. കവർ തുറക്കുമ്പോൾ അവൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. വായിച്ചു തുടങ്ങുന്തോറും മുഖത്തെ നിറം മങ്ങി. അവൻ്റെ ചുണ്ടുകൾ പതുക്കെ വിറച്ചു. കുട്ടിയുടെ സംരക്ഷണാവകാശം. അവന് പിന്നെ വായിക്കാൻ പോലും കഴിഞ്ഞില്ല. അന്ന് തന്നെ വൈകുന്നേരം അവനൊരു അഭിഭാഷകനെ കണ്ടു. അതെ, വക്കീൽ നോട്ടീസ് മുഴുവൻ വായിച്ചു. പിന്നെ പതുക്കെ ചോദിച്ചു, ഈ കുട്ടിയുടെ ഉമ്മയുടെ പേരാണല്ലോ ഇതിലുള്ളത്. സുഹ്റ ആരാണ്? കുട്ടിയുടെ ഉമ്മ തന്നെയല്ലേ?
മുനീർ ശബ്ദം താഴ്ത്തി പറഞ്ഞു. അതെ, സുഹറ എൻ്റെ ഭാര്യ കൂടിയാണ്. ഭാര്യയായിരുന്നു. അവർ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തനിക്ക് കുട്ടിയെ കൈമാറണമെന്നാണ്. ആ വാക്കുകൾ കേട്ട നിമിഷം മുനീറിന് ഭൂമി കുലുങ്ങുന്നത് പോലെ തോന്നി. ഇല്ല ഇല്ല, അവൻ തല കുലുക്കി. ഇത്ര വർഷം ഒരു ഫോൺ പോലും ചെയ്തില്ല, ഒരു ജന്മദിനത്തിൽ പോലും വന്നില്ല, ഒരു അസുഖം വന്നപ്പോൾ പോലും അന്വേഷിച്ചില്ല. ഇപ്പോൾ എൻ്റെ മകളെ കൊണ്ടുപോകാനോ? അവൻ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ കണ്ണുകൾ ധാരധാരയായി ഒഴുകി. അന്ന് രാത്രി അവന് ഉറങ്ങാനായില്ല. മകൾ പതിവ് പോലെ അവൻ്റെ നെഞ്ചിൽ തലവെച്ചുറങ്ങുകയായിരുന്നു. ഉറക്കത്തിൽ പോലും അവൾ പറഞ്ഞു, ഉപ്പ എന്നെ വിട്ടു പോകരുതേ. ആ വാക്കുകൾ കേട്ട് മുനീർ പൊട്ടിക്കരഞ്ഞു. ഇല്ല മോളെ, ഈ ലോകം മുഴുവൻ തനിക്കെതിരായാലും ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുവാൻ തയ്യാറാകുമ്പോൾ മകൾ ചോദിച്ചു, ഉപ്പ ഇന്നെന്ത് ഇത്ര സങ്കടം? മുനീർ ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല മോളെ. ഉറപ്പാണോ? ഉറപ്പാണ്. അവൾ ഓടി വന്ന് അവൻ്റെ കവിളിൽ മുത്തം നൽകി. ഉപ്പ ചിരിക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം. ആ ചെറിയ വാക്കുകൾ അവൻ്റെ മനസ്സിലെ കൂടുതൽ നൊമ്പരപ്പെടുത്തി. കോടതിയിലെ ആദ്യ ഹിയറിങ്ങിന് മുമ്പുള്ള ദിവസങ്ങളിൽ മുനീർ പഴയ ഫോട്ടോകൾ എടുത്തു നോക്കി. മകൾക്ക് ആദ്യമായി പാൽ കൊടുത്ത ദിവസം, ആദ്യമായി നടക്കാൻ പഠിച്ച ദിവസം, ആദ്യ സ്കൂൾ യൂണിഫോം, ആദ്യ മദ്രസ പുസ്തകം. ഓരോ ചിത്രത്തിനും പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു. ഓരോ കഥയിലും അവനുണ്ടായിരുന്നു. പക്ഷെ സുഹറ ഉണ്ടായിരുന്നില്ല. ആ രാത്രി നമസ്കാരം കഴിഞ്ഞവൻ ദീർഘനേരം പ്രാർത്ഥിച്ചു, റബ്ബേ, ഈ കുട്ടി എൻ്റെ ജീവൻ്റെ പാതിയാണ്. അവളുടെ ഉമ്മയെ ഞാൻ വെറുക്കുന്നില്ല. പക്ഷേ ഈ കുഞ്ഞിൻ്റെ മനസ്സ് തകരരുത്. നീതി നടക്കട്ടെ. ഏറ്റവും നല്ലത് എന്താണോ അത് സംഭവിക്കട്ടെ. മുറിയിലേക്ക് മടങ്ങിയപ്പോൾ മകൾ ഉറക്കത്തിലായിരുന്നു. അവളുടെ ചെറിയ കൈ അവൻ്റെ ചെറിയ കൈയിൽ ചേർന്ന് കിടന്നു. ആകെ ആ കൈ മുറുക്കി പിടിച്ചുകൊണ്ട് മുനീർ മനസ്സിലൊരു വാക്ക് മാത്രം ആവർത്തിച്ചു, ഈ രക്തബന്ധം മാത്രമല്ല, കണ്ണീരും ത്യാഗവും ഉറക്കമില്ലാത്ത രാത്രികളും വർഷങ്ങളായുള്ള സ്നേഹവും ചേർത്ത് പണിത ബന്ധമാണ്. അതിനെ എളുപ്പത്തിൽ ആരും വേർപ്പെടുത്താൻ കഴിയില്ല. ആ ചിന്തയോടെയാണ് അവൻ കോടതിയിലെ ആ ആദ്യ ദിനത്തെ നേരിടാൻ മനസ്സ് തയ്യാറാക്കിയത്. ആ രാവിലെ മുനീറിന് സൂര്യൻ പോലും ഉദിച്ചിട്ടില്ലെന്ന് തോന്നി. കട്ടിലിൽ കിടന്നുറങ്ങുന്ന തൻ്റെ 8 വയസ്സുകാരി മകളെ അവൻ ഏറെ നേരം നോക്കി നിന്നു. ഉറക്കത്തിൽ പോലും അവൾ ഉപ്പയുടെ കൈ മുറുകെ പിടിച്ചിരുന്നു. മുനീറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ മനസ്സിൽ പറഞ്ഞു, ഇന്ന് നിന്നെ എന്നിൽ നിന്ന് വേർപ്പെടുത്തിയാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും മോളെ? അവൻ പതുക്കെ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. കോടതിയിലേക്ക് പോകുന്ന വഴിയിലുടനീളം അവൻ്റെ മനസ്സുകൾ ഒരേയൊരു ചിന്തയായിരുന്നു, സുഹറക്കിപ്പോൾ പുതിയ ജീവിതമുണ്ട്. അവൾക്ക് മറ്റൊരു ഭർത്താവുണ്ട്. എൻ്റെ മോളെ അവിടെ ആരാണ് മനസ്സിലാക്കുക? അവൾ രാത്രിയിൽ പേടിച്ചുണർന്നാൽ ആരുടെ നെഞ്ചിലായിരിക്കും കൂടെ കിടക്കുക? പനി വന്നാൽ ആരാണ് അവളെ ഉറങ്ങാതെ അരികിൽ ഇരിക്കുക? അവളുടെ അരികിൽ ഞാൻ ചെയ്തതുപോലെ അവൾ ആരെങ്കിലും നെഞ്ചോട് ചേർക്കുമോ? ഓരോ ചിന്തയും അവൻ്റെ ഹൃദയത്തെ കീറിമുറിച്ചു. കോടതിയുടെ വരാന്തയിലെത്തിയപ്പോൾ അവൻ്റെ കാലുകൾ വിറച്ചു. അവൻ തല ഉയർത്തി ദുആ ചെയ്തു, റബ്ബേ, എൻ്റെ മകൾക്ക് ഏറ്റവും നല്ലത് എന്താണോ അത് മാത്രം സംഭവിക്കട്ടെ. വിചാരണ തുടങ്ങി. സുഹറ കോടതിയിലുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് മുനീർ അവളെ കാണുന്നത്. ഒരിക്കൽ തൻ്റെ ജീവിതമായിരുന്ന മുഖം ഇന്ന് തികച്ചും അന്യമായി തോന്നി. മുനീർ ഒന്നും പറഞ്ഞില്ല. ജഡ്ജി ഇരു വിഭാഗത്തിൻ്റെയും വാദങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. മുനീറിൻ്റെ അഭിഭാഷകൻ എഴുന്നേറ്റ് പറഞ്ഞു, കുട്ടിയെ ജനിച്ചതു മുതൽ വളർത്തിയത് പിതാവാണ്. വിദ്യാഭ്യാസം, ചികിത്സ, സംരക്ഷണം എല്ലാം അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സുഹറയുടെ ഭാഗത്തു നിന്നും വാദങ്ങൾ ഉയർന്നു. കോടതി മുറിയിൽ നിശബ്ദത. അവസാന ജഡ്ജി വിധി വായിക്കാൻ തുടങ്ങി. മുനീറിൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചു. ഓരോ വാക്കും അവന് ഭാരമായി തോന്നി. വിധി കേട്ട നിമിഷം അവൻ്റെ മുഖത്തെ പ്രതീക്ഷ മാഞ്ഞുപോയി. കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. മുനീർ എഴുന്നേറ്റ് നിന്നു. വെറുകുന്ന ശബ്ദത്തിൽ പറഞ്ഞു, അത് സർ, ഒരു കാര്യം പറയാനുണ്ട്. ജഡ്ജി അനുവാദം നൽകി. എൻ്റെ മകളെ ഞാൻ 8 വർഷമായി ഒറ്റക്കാണ് വളർത്തിയത്. അവൾക്ക് പാൽ കൊടുത്തതും അസുഖം വന്ന രാത്രികളിൽ ഉറങ്ങാതെ കാവലിരുന്നതും സ്കൂളിൽ കൊണ്ടുപോയതും മദ്രസയിൽ ചേർത്തതും അവളുടെ കണ്ണുനീർ തുടച്ചതും എല്ലാം ഞാനാണ്. അവൻ്റെ ശബ്ദമിടറി. അവളുടെ ഉമ്മക്കിപ്പോൾ പുതിയ ജീവിതമുണ്ട്. അവിടെ എൻ്റെ മകൾക്ക് ഇണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായാൽ, അവൾക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ എൻ്റെ മകളെ നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. കോടതി മുറിയിൽ പലരുടെയും കണ്ണുകൾ നിറഞ്ഞു. മുനീർ പിന്നെയും പറഞ്ഞു, ഞാൻ അവളുടെ ഉപ്പയാണ്. എൻ്റെ മകളെ സ്നേഹിക്കുന്നൊരു ഉപ്പ. അവളുടെ സന്തോഷം മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കോടതിയിൽ നിശബ്ദത പടർന്നു. മകളെ നോക്കിയപ്പോൾ അവൾക്ക് മുഴുവൻ കാര്യങ്ങളും മനസ്സിലായിരുന്നില്ല. പാവം കുട്ടി.
അവൾക്കറിയാവുന്ന ഒരേ ഒരു കാര്യം ഉപ്പ കരയുകയാണ്. അവൾ ഓടി വന്ന് മുനീറിൻ്റെ കൈകളിൽ പിടിച്ചു. ഉപ്പാ, ഉപ്പാ. ആ ഒരു വിളി കേട്ടപ്പോൾ മുനീറിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൻ മകളെ ചേർത്ത് പിടിച്ചു. ആ നിമിഷം കോടതി നിയമം വാദങ്ങളെല്ലാം മറന്ന് അവിടെ ഒരു ഉപ്പയുടെയും മകളുടെയും സ്നേഹം മാത്രം ബാക്കിയായിരുന്നു. കോടതി മുറിയിൽ നിശബ്ദത നിറഞ്ഞിരുന്നു. വിധി വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. സുഹറ പതുക്കെ മകളുടെ അടുത്തേക്ക് നടന്നു. മകൾ ഉടനെ മുനീറിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച്, ഉപ്പാ, ഞാൻ പോവില്ല. ആ കൊച്ചു ശബ്ദം കോടതി മുറിയിലെ പലരുടെയും കണ്ണുകൾ നിറയിച്ചു. മുനീർ മകളെ നെഞ്ചോട് ചേർത്തു. മോളെ, ഉപ്പ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടതായിരുന്നു. ഉദ്യോഗസ്ഥർ വളരെ സൂക്ഷ്മമായി മകളെ പിതാവിൻ്റെ കൈകളിൽ നിന്ന് വേർപെടുത്താൻ ശ്രമിച്ചു. മകൾ പൊട്ടിക്കരഞ്ഞു. ഉപ്പാ, ഉപ്പാ, എന്നെ വിട്ടുകൊടുക്കല്ലേ, ഞാൻ പോവില്ല. മുനീറിൻ്റെ കൈകൾ വിറച്ചു. അവൻ മകളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി. മോളെ, ഉപ്പ നിന്നൊരിക്കലും മറക്കില്ല മോളെ. കുഞ്ഞ് കൈകൾ നീട്ടി പിതാവിനെ നോക്കി കരഞ്ഞുകൊണ്ടേയിരുന്നു. അതാ തൻ്റെ പൊന്നു മോളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് അവളുടെ ഉമ്മ സുഹറ. അത് മുനീറിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ ആ കുഞ്ഞിനെ ഒരിക്കൽ കൂടി കാണുവാൻ എൻ്റെ പൊന്നും മോളെ നെഞ്ചിൽ നിന്ന് പറിച്ചാണ് അവർ കൊണ്ടുപോയത്. പക്ഷെ അപ്പോഴേക്കും അതാ ആ കാറിലേക്ക് കുഞ്ഞിനെ കയറ്റി. ആ ഡോറടിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ഉപ്പാ എന്നുള്ള കരച്ചിൽ പതുക്കെ അങ്ങ് മാഞ്ഞു പോയി. അവൻ്റെ നെഞ്ച് പൊട്ടിപ്പോയി. അല്ലാ, ഇനി എന്തിനാ, എനിക്കെന്താ ഇനി ജീവിതം? കാർ പതുക്കെ കോടതി മുറ്റത്ത് നിന്ന് നീങ്ങി. പിന്നാലെ ഗ്ലാസ്സിലൂടെ മകളുടെ ചെറിയ കൈ ഉപ്പയെ തേടി ഉയർന്നു നിന്നു. അത് ആ കൈകളുടെ അടയാളം. മുനീർ അവിടെ തന്നെ നിശ്ചലനായി നിന്നു. ആ ശബ്ദം ഉപ്പാ, ഉപ്പാ അവൻ്റെ ഹൃദയത്തിൽ എന്നേക്കുമായി പതിഞ്ഞു. വളരെയധികം നിരാശയോടെ, വളരെയധികം സങ്കടത്തോടെ അതാ അവൻ വീട്ടിലേക്ക് പോകുന്നു. ഇല്ല, എൻ്റെ കുഞ്ഞില്ലാത്ത വീട് എന്താ? ഒരു നിമിഷം വീട്ടിലെത്തിയപ്പോൾ ആ ബാഗ്, ചെറിയ സ്കൂൾ ബാഗ്, അവൾ വരച്ച ചിത്രങ്ങൾ, കട്ടിലിൽ കിടന്നിരുന്ന പാവ എല്ലാം അവളെ ഓർമ്മിപ്പിച്ചു. മുനീർ ഒരു പാവ എടുത്ത് നെഞ്ചോട് ചേർത്തു. കരച്ചിലടക്കാനായില്ല. അന്നേരം അവൻ്റെ ഉമ്മ അടുത്ത് വന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. മോനെ, നീ തളരരുത്, നിൻ്റെ മകൾക്ക് നീ ഇനിയും വേണം. ആ വാക്കുകൾ കേട്ട് മുനീർ പതുക്കെ കണ്ണീർ തുടച്ചു. ഞാൻ അവൾക്ക് വേണ്ടി ജീവിക്കണം. എന്നാൽ കഴിഞ്ഞില്ല. തൻ്റെ പ്രിയപ്പെട്ട മോളില്ലാത്ത ജീവിതം അവൻക്ക് അത് ആലോചിക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. എന്തു ചെയ്യും? തൻ്റെ കുഞ്ഞിൻ്റെ ആ ഡ്രസ്സുകൾ, ആ കളിപ്പാട്ടങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സ് വളരെയധികം വേദനിക്കുകയാണ്. 8 വർഷം ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനം കൊടുത്താണ് വളർത്തിയത് മുനീർ അവളെ. ഇല്ല, തൻ്റെ കുഞ്ഞില്ലാത്ത വീട്ടിലേക്ക് ഞാനില്ല. ഒരു നിമിഷം അവൻ എന്തൊക്കെയോ ചിന്തിച്ചു. അതെ, ഈ ദുനിയാവിൽ എനിക്കെൻ്റെ പൊന്നുമോളുടെ കൂടെ ജീവിക്കാൻ ഇനി കഴിയില്ലല്ല, കൊണ്ടുപോയി. അങ്ങനെ ഒരു ജീവിതം ഇനി എനിക്കാവില്ല. അതെ, ഒടുവിൽ അത് സംഭവിച്ചു. മുനീർ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയുകയാണ്. തൻ്റെ പൊന്നുമോളില്ലാത്ത ജീവിതം ഒരിക്കൽ പോലും അവൻ ആലോചിക്കാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതാ തൻ്റെ പൊന്നുമോളില്ലാത്ത ലോകത്ത് നിന്ന് അതാ മുനീർ പോവുകയാണ്. അതെ, ഈ ലോകമേ അവൻക്ക് ഇഷ്ടമല്ല. എന്തിന്? എൻ്റെ സുഖവും സന്തോഷവും എൻ്റെ എല്ലാം അവിടെ കഴിഞ്ഞു. എൻ്റെ പൊന്നുമോളെ നെഞ്ച് പറിച്ചാണ് അവർ കൊണ്ടുപോയത് എൻ്റെ ഹൃദയത്തിൽ നിന്ന്. അതെ, അവളുടെ അവസ്ഥ ആലോചിച്ചിട്ട് സമാധാനമില്ല. രണ്ടാൻ ഉപ്പയുടെ കൂടെ, അതെ, എളാപ്പയുടെ കൂടെയാണ് ഇനിയുള്ള ജീവിതം. ഉമ്മ എന്ന രാക്ഷസി അങ്ങനെ ചെയ്തതുകൊണ്ട് ആ കുഞ്ഞിനെയും കൊണ്ടുപോയി. ഇനി കുഞ്ഞിൻ്റെ സ്ഥിതി എന്തൊക്കെയാണാവോ? ശരിക്കും അതാ മുനീർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു സ്റ്റോറി ഇതൊരിക്കലും ഒരു ഇല്ലാത്ത കഥയല്ല. ഇതൊരു സാങ്കല്പിക കഥയല്ല. അതെ, 2 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണിത്. 8 വർഷം, 8 വയസ്സോളം ആ പൊന്നുമോളെ നോക്കിയ പിതാവ്, ബസ് കണ്ടക്ടറായ പിതാവ്, ഒടുവിൽ അതേ ഭാര്യ ആദ്യമേ ഗൾഫിൽ പോയി കല്യാണം കഴിച്ചു. അപ്പോഴൊന്നും മകളെ നോക്കിയില്ല. 8 വയസ്സായപ്പോൾ എനിക്ക് എൻ്റെ മകളെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ആ പിതാവിൻ്റെ നെഞ്ചിൽ നിന്ന് ആ കുഞ്ഞിനെ പറിച്ചു കൊണ്ടുപോയി. അതേ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയം പൊട്ടിയിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നിങ്ങളെല്ലാവരും ന്യൂസ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിനെ ആസ്പദമാക്കിയൊരു കഥയാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെയുള്ളൊരവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ. അത് ജീവിക്കുന്ന കാലം
കാരണം നമ്മുടെ മക്കൾ മാതാപിതാക്കളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ഇതുപോലുള്ള അവസ്ഥകളൊന്നും ഒരു കുട്ടിക്കും ഇല്ലാതിരിക്കട്ടെ. ഇനി ആ കുട്ടിയുടെ സ്ഥിതി എന്തായിരിക്കും? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരണം അവളുടെ രണ്ടാം ഭർത്താവിന് വേറെ വല്ല ബുദ്ധിയും തോന്നിക്കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും മറ്റൊരാളുടെ കുഞ്ഞല്ലേ. ഒരിക്കലും സ്വന്തം പിതാവ് സ്നേഹിച്ച പോലെ, മുനീർ സ്നേഹിച്ച പോലെ അദ്ദേഹത്തിന് സ്നേഹിക്കാൻ കഴിയില്ല. എന്തായാലും കുഞ്ഞിനെ നല്ല രീതിയിൽ സംരക്ഷിക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്നാലും തീരാവേദനയായി മുനീർ എന്ന് പറഞ്ഞ ആ ബസ് കണ്ടക്ടർ. പ്രിയപ്പെട്ടവരെ, ഇതിൽ പേരെല്ലാം മാറ്റിയിട്ടുണ്ട്, പേരൊക്കെ വേറെയാണ് കേട്ടോ. പക്ഷേ ആ ഒരു അവസ്ഥ അത് കേട്ടപ്പോൾ കരച്ചിൽ വന്നു. അതുകൊണ്ടാണ് ഇതൊരു കഥയുടെ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. എന്തൊക്കെ തന്നെ ആ കുഞ്ഞിപ്പോൾ മാതാവിൻ്റെ കൂടെ ജീവിച്ചിരിപ്പുണ്ട്, അതേപോലെ മാതാവിൻ്റെ രണ്ടാം ഭർത്താവിൻ്റെ കൂടെയും. ആ കുട്ടിക്ക് സുഖസുന്ദരമായ ജീവിതം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ പോലും ആ കുഞ്ഞിനാരും ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ. കാരണം പിതാവിൻ്റെ സ്നേഹം അത്രക്കും ഏറ്റു വളർന്ന പൊന്നുമോളാണ് അത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഒരു കമൻറ്റും രേഖപ്പെടുത്തണേ. ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.